പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോ ആ വീടും ആ നാടും എല്ലാം ശൂന്യമായി അവന് തോന്നി. ഒരുപക്ഷെ അവന്റെ പ്രിയപ്പെട്ടവരവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. കാശി, അമ്മായി നീ ചായ കുടിക്ക. കുടിച്ചോളാം അമ്മായി, അവിടെ വെച്ചോ. കാശി, ഇന്നലെ വന്നു കയറിയപ്പോഴാണ് അമ്മയെല്ലാം പറയുന്നത്. പിന്നെ നീ വന്നിട്ട് ഞാനത് ചോദിക്കാഞ്ഞത് ക്ഷീണമായിരിക്കും എന്ന് കരുതി. കാശി, രശ്മി ചേച്ചി അങ്ങനെ ഇവിടെ വന്നേ? നീയായിട്ട് വിളിച്ചോണ്ടെന്നാണോ? അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. വൈഫ്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? അമ്മായി, എനിക്ക് ഞാൻ വലിച്ചിട്ട് എല്ലാവരോടും കഥ പോലെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് ഒരു സാഹചര്യം കിട്ടിയാ ഞാൻ അന്ന് പറയും. അന്ന് അറിഞ്ഞാൽ മതി എല്ലാവരും. അമ്മായി പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ സംശയത്തിന് ഒരർത്ഥമുണ്ട്. പക്ഷെ ഞാനതിപ്പോ പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. ഒന്ന് മനസ്സിലാക്കാനേ. കാശി, അമ്മ അങ്ങനല്ലടാ പറഞ്ഞേ. നീ ഒന്നിവിടെ ഇരിക്കെ, ഞാൻ പറയുന്നില്ലേ. ശരി, ഞാൻ ഇരിക്കാം. എന്നിട്ട് കാശി, അന്ന് ഉത്സവം നടന്ന രാത്രി ആ കുട്ടി ഇവിടെ ആയിരുന്നെന്നും നമ്മൾ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. ഇത് നാട്ടിലറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? എന്താവസ്ഥയാ? ഞാൻ താലിയിട്ട് എന്റെ പെണ്ണിനെ മുറി കയറ്റുന്നതിലും ഇവിടെ ആർക്കാ തരണം? നീ താലിയെട്ടിന്ന് പറയുന്നു ശരി, പക്ഷെ അത് നാടും നാട്ടുകാരും ആരും അറിയാതെ നടന്നതാ. എന്തിനു? ഞങ്ങൾ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. അറിയിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. ശരി, എനിക്ക് മോൻ അമ്മായിനോടെങ്കിലും പറ. ഞാൻ പറയാം എല്ലാവരുടെ അടുത്തും എന്താ പറ്റിയ. അതുമല്ല, ഈ വിശ്വ എന്ന് പറയുന്ന ചെറുക്കൻ അവന് മാജിക് അറിയോ? അല്ല, ഉത്സവത്തിന് രാത്രി ആ ചെറുക്കൻ ജോലിയല്ലോ ഉണ്ടോ? മെന്റലിസ്റ്റോ? അതായത് ഈ ഭ്രാന്തിന്റെ ഒക്കെ? അല്ല, ഭ്രാന്തുണ്ടെന്നല്ല, ഈ ഭ്രാന്തിനൊക്കെ ചികിത്സിക്കുന്ന. അങ്ങനെ പറയാം. അല്ല, ആ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞോ? ഇതുവരെ ഇല്ല. എന്താ ഒന്നും ഉണ്ടായിട്ടല്ലടാ മോനെ, ചോദിച്ചതാ. അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലൊരു ചെറുക്കനാ. എനിക്ക് പെണ്ണുങ്ങളായിട്ട് അറിയാവുന്നില്ലേ? അല്ല, നീ ഇത് പറഞ്ഞില്ല. എന്റെ പൊന്നമ്മായി, സമയമാകുമ്പോ ഞാൻ എല്ലാവരെയും എല്ലാം അറിയിക്കും. അന്ന് എന്റെ കൈയും പിടിച്ചോളി ഈ പണി കയറി വരും. ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും കാണിക്കും എന്റെ ഭാര്യയായിട്ട്. അതിന് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ പറഞ്ഞാളെ. അമ്മായി ഇതുവരെ കണ്ടിട്ടില്ലേ? എവിടെ റുക്കുറുക്കെന്ന് പറഞ്ഞേക്കുന്നല്ലാണ്ട് എന്റെ മോന്റെ മനസ്സിലേക്ക് ആ ഭൂലോക സുന്ദരിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഭൂലോക സുന്ദരിയൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ്. എന്റെ ലാപ്ടോപ്പിലുണ്ടോ? വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് രുദ്ര. ആവറേജോ? ഇതാള് കൊള്ളാലോടാ. കൊള്ളാമോന്നോ? നിനക്ക് പെർഫെക്റ്റാ. ഇത്രയും മാസം എനിക്ക് അറിയട്ടേലോ. താങ്ക് യു. അല്ല, എങ്ങനെ വിളിച്ചു? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വളഞ്ഞു പോയതാ. ആര്? നീയോ അതോളോ? ആദ്യം ഞാൻ, പിന്നെ അവളുടെ കാര്യം അതൊരു ഞാനുമേ കളിയാ. എന്നാൽ ഈ ഉത്സവത്തിന്റെ 10 ദിവസത്തിനടുക്ക് നിന്നെ സമ്മതിക്കണം. ഇത് വെറും 10 ദിവസത്തെ കഥയല്ല, ഒരു 25 കൊല്ലം പുറകോട്ട് പോണം. അതൊക്കെ വഴി അറിഞ്ഞോളൂ. ഇപ്പൊ അമ്മായി ചെല്ലാൻ നോക്ക്. ശരി. പിന്നെ ആ ചായ എടുത്ത് കുടിക്കാൻ മറക്കണ്ട. ആ കഥയും അതും മറക്കണ്ട. ചായയുടെ കാര്യം ഇപ്പൊ സെറ്റാക്കണം, പക്ഷെ കഥ ഇപ്പൊ ഇല്ല. കാശി, ചെല് എനിക്ക് കുളിച്ചൊരു സ്ഥലം വരെ പോകാനുള്ള. നീ ഇതും കൂടാ? അതൊക്കെ ഉണ്ട്. അമ്മായി മാധവ് എണീറ്റോ? അവള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിലോ? എന്താ പതിവില്ലാതെ? അറിയില്ല, ഇന്നലത്തെ ആള് ഭയങ്കര മൂടൊക്കെയായിരുന്നു. ഇന്ന് രാവിലെ എനിക്കൊന്ന് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അവളോട് നീ ഡ്രസ് മാറിക്കാൻ പറ, ഒരു സ്ഥലം വരെ പോണം. നീ ഇതിന് എന്നോടാടാ? ഞാൻ പറയുന്നങ്ങ് ചെയ്താൽ മതി. എന്തൊക്കെ അറിയണം? ഡേടാ, നീ എന്റെ അനന്തരവനാ, എന്റെ ഏട്ടനാവാൻ നോക്കല്ലേ. അതിനാവാനൊന്നും ഇല്ലല്ലോ. എന്താ? ഒന്നുമില്ല. ഞാൻ ഇറങ്ങുവാണേ. അവിടെ വരെ എണീറ്റിട്ടില്ല. ഇന്ന് ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ ഇവിടെ ഇതിന്റെ മനസ്സ് ശരിയാവുന്നില്ല അത്ര. പിന്നെ അവളങ്ങ് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇന്നലെ രാത്രി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോ തന്നെ അവള് ഏകദേശം ഓക്കെ ആയ മട്ട. പിന്നെ എനിക്കൊരു പേഷ്യന്റിനെ കാണണം, അതാ ഞാൻ നേരത്തെ പോകുന്നത്. ചിലപ്പോ ഈ വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. എന്നോട് അമ്മ പറഞ്ഞു. കാശിയേട്ടാ,
എനിക്കൊരു കാര്യം. വേണ്ട, എനിക്കറിയാം നീ എന്താ പറയാൻ വരുന്നതെന്ന്. നിന്റെ സെലക്ഷൻ ഒരിക്കലും മോശം വന്നിട്ടില്ല. പിന്നെ നീ എനിക്ക് തരാമെന്ന് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും അത്. കാശിയേട്ടാ, അവനെ എനിക്കറിയാം. ഒന്നുപോലെ നോക്കുന്നൊന്നും പറയുന്നില്ല. അങ്ങനെ നോക്കാൻ നീ ലോകത്ത് ആരെക്കൊണ്ടും പറ്റില്ല. അവന്റെ കയ്യിൽ നീ സേഫ് ആയിരിക്കും. നിനക്കിട്ടാവുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് അവനായിരിക്കും. ഏട്ടാ, എനിക്കിത് മതി. ഈ ഒരു വാക്ക്, ഇത് മാത്രം മതി. പിന്നെ അമ്മക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുള്ള പോലെ. അതെനിക്കും തോന്നി. അതൊന്നും കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞ അമ്മ കേൾക്കും. അതൊന്നും മാത്രം എന്റെ പ്രതീക്ഷ. കാശിയിടം പറയുന്ന വീട്ടില് പിന്നെ ലോകത്ത് ആരും പറയുന്ന അമ്മ കേൾക്കത്തില്ല. കേക്കോരി. கனவுல இவதா ஜில்லுன்னு பட்டா காதல இவதா சுள்ளுன்னு சுட்டா கனவுல இவதா ஜில்லுன்னு பட்டா காதல இவதா சுள்ளுன்னு சுட்டா തീ കുരുവിയ തീങ്കനിനെ തീ കൈകളിൽ തീഞ്ചുവയന തീ പൊഴുതിൽ തീണ്ടുകീരായി തന്തിരനെ തീ കുരുവിയ തീങ്കനിനെ തീ കൈകളിൽ തീഞ്ചുവയന തീ പൊഴുതിൽ തീണ്ടുകീരായി തന്തിരനെ പൂമന്ദിരത്തെ അമ്മ, ഞാൻ ഓഫീസ് കിളമ്പ. ഓഫീസിലോ? നിനക്ക് എന്താ വെച്ചേ? ഇവിടെ വന്ന് കേറിയല്ലേ ഉള്ളൂ. ചുമ്മാ വരുമോ? ഏട്ടാ, നിങ്ങളത് കേൾക്കുന്നുണ്ടോ? എന്താ പ്രശ്നം? ആ ഓഫീസിൽ പോവാന്ന്. ഓഫീസിലേക്കോ? എന്തൊക്കെ കുറച്ച് ദിവസം കൂടി ലീവ് എടുത്തിട്ട് പോയപ്പോരെ? അപ്പൊ പ്ലീസ്, എനിക്ക് ഒരാൾക്ക് പൈത്യം പിടിക്കും. ശരി, അത് ചെയ്യ. ഏട്ടാ, മിണ്ടാതിരി ലക്ഷ്മി. അവർക്ക് അത് ഇഷ്ടം അവിടെ പൊക്കോട്ടെ. എന്ന് എന്തേലും ചെയ്യും. ഞാൻ പറഞ്ഞ അങ്ങോട്ട് ഇരിക്കില്ലാരും. അപ്പാ വിളിച്ച് അമ്മയുടെ ആരെ പോയിക്കോളാം. താങ്ക്സ് പാ. അല്ല, എങ്ങനെ പോകുന്നത്? അർജുൻ വരുപ്പാ, ഞാൻ കൂടെ പോയിക്കരാ. ശരി. അല്ല മോളെ, താലി അത് കവർ പണിയെടുപ്പാ. ശരി. ഇല്ല, അണ്ണ എങ്ക? അവൻ രാവിലെ തന്നെ പോയി. ഏതൊരു പേഷ്യന്റ് കാണാൻ വരുന്നു പറഞ്ഞു. ഓ ശരി. ലക്ഷ്മി, എന്താ? നീ ഇങ്ങനെ ചൂടാവാതെ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഒരക്ഷരം പറഞ്ഞ അനുസരിക്കില്ല. അച്ഛനത് മക്കളും അതെ. എനിക്ക് വലിയ വിലയുണ്ട് അവിടെ. എടി, അങ്ങനൊന്നുമല്ല. നീ പറയുന്ന ആദ്യം മനസ്സിലാക്ക്. ഞാൻ എന്തുവാ മനസ്സിലാക്കണ്ടേ? എടി, നമ്മളെ സംബന്ധിച്ച് റുക്കു വിഷയം ഇന്നും നമ്മൾ കാണുക മാത്രം ചെറുത്. അവര് രണ്ടുപേരും വലുതായി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള പ്രായമായി. എന്നുവെച്ച് എന്ത് കാണിച്ചാലും നോക്കിക്കണമെന്നാണോ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ ഇത്രയും കാലം നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനല്ലേ നിന്നെ. ഇനിയും നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഏട്ടാ, റുക്കുവിന്റെ കാര്യത്തില് അവളൊരു പെങ്കൊച്ചല്ലേ? ആരും അറിയാതൊരു കല്യാണം, അതും അവളെ ഇളയതല്ലേ കാശി? നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ അവർക്കിടയിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുമോ? അവനോട് ഭാര്യയായിട്ട് സ്വീകരിച്ചെങ്കിലോ? നമ്മൾ അതിനുശേഷം അവനോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. അവൾ വിളിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ശരി, അവൾക്ക് ഓർമ്മയില്ല. ഏട്ട നിർത്ത്, ഞാൻ പറയുന്ന ആദ്യം കേക്ക്. കാശിലാരെ ഏട്ടനെ അറിയാവുന്നല്ലേ? എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആദ്യം അവനെ കണ്ടപ്പോഴേ റുക്കുവിനായിട്ട് കാശിനെ ആലോചിക്കാന്നൊക്കെ ഞാനും വിചാരിച്ചതാ. പക്ഷെ അവര് പ്രായം, അതുമല്ല, ഞാൻ എങ്ങനെയാ ഒരു അമ്മയായിട്ട് ഇതെല്ലാം അംഗീകരിക്കുന്നത്? ഞാൻ പോലും അറിയാതെ എന്റെ മോളുടെ വിവാഹം കഴിയാ. അത് അവന്റെ ബെഡ്റൂമിൽ നിന്നുള്ള എനിക്ക് പറ്റില്ല ഏട്ടാ. എനിക്ക് മനസ്സിലാവൂടി, വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും. പിന്നെ പ്രായം, നമുക്കൊരാളോട് ഇഷ്ടം തോന്നുമ്പോ അയാളുടെ ജാതിയോ മതമോ പ്രായമോ വീട്ടിലെ സാഹചര്യവും ഒന്നും നമ്മൾ കണക്കിലെടുക്കില്ല. ജസ്റ്റ് ആ ഒരു പേഴ്സൺ, അത്രേ ഉള്ളൂ. ചിലപ്പോ നമ്മുടെ മുഖം അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. അവളിപ്പോ ഒന്നും ഓർക്കാത്തത്, അതൊക്കെ ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു പരീക്ഷണമായിട്ട് നമുക്ക് കണ്ടാലോ? ഏട്ടാ, ഇതൊക്കെ കൂളായിട്ടാ നിങ്ങൾ പറയുന്നേ. നിനക്കും അങ്ങനെ ചിന്തിച്ചൂടെ? നീ തന്നെ ആലോചിച്ച് നോക്ക്. ഒരു സമയത്ത് റുക്കു എന്നോട് ചോദിക്കുക ഇതിനെല്ലാം പറ്റി. അത് അവളുടെ ഭാഗത്ത് വേണ്ടി കാശിയായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാക്കിയ നമ്മളാണെന്നുള്ള പറഞ്ഞാൽ അവൾ എന്തോരം നമ്മളെ വെറുക്കും. അല്ല, അപ്പൊ ഏട്ടൻ പറഞ്ഞു വരുന്നത് അവളോട് അറിഞ്ഞിട്ടാണെന്നാണോ? പക്ഷെ ലക്ഷ്മി, നമ്മളറിയാത്ത എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. പക്ഷെ എനിക്കൊന്നും ഉറപ്പാ, അവളുടെ അനുവാദം ഇല്ലാതെ കാശി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് അവനെ വിശ്വാസ ഇഷ്ടമാ. പക്ഷെ ഒരു പക്ഷേയില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത തലത്തിൽ കൂടെ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ഒഴുകിക്കോട്ടെ. നമ്മളായിട്ട് എങ്ങും തടഞ്ഞു നിർത്തണ്ട. വിശ്വ പറയുന്ന പോലെ എന്തെങ്കിലും നമ്മളെല്ലാം അറിയും. അന്ന് നമ്മുടെ മുമ്പ് നമ്മൾ വെറുക്കാൻ അവരോട് വരുത്തരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരി, ഇനി ഞാൻ ഇതിനെപ്പറ്റി അവളോട് പറയുന്നില്ല. പോരെ? മതി. നിനക്ക് പറ്റുവാണേ കാശിയോട് ക്ഷമിക്കും. അമിത, യെസ് മാം. സാർ വന്നോ? ആ വന്നു മാം. സാർ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആ ഓക്കെ.
எனக்கு உங்களை டாக்டர் கூப்பிடும்போது ஏதோ டிஸ்டன்ஸ் ஃபீல் ஆகுது. நான் உங்களை பேர் சொல்லி கூப்பிடலாமா? கூப்பிடலாமே. யூ கேன் கால் மீ விஸ்வா. விஸ்வா? அது நல்லா இருக்கு. அப்போ ஓகே விஸ்வா, எனக்கு ஒரு டவுட் இருக்கு, உங்களால கிளியர் பண்ண முடியுமா? ட்ரை பண்றேன். இந்த மனசு இருக்கால, அவ நானும் சொன்ன நிக்க மாட்டியா? ஏன்? இல்ல, நான் சொன்னா என் மனசு நிக்கவே மாட்டேன்ற. எவ்வளவு தடவை சொல்லி பார்த்தேன். அப்படி எதுவும் இல்ல. ஃபர்ஸ்ட் நம்மளோட மனசு நம்ம கையில இருக்கணும். அப்பதான் அது நாம சொல்ற இடத்துக்கு நிப்பா. இல்லன்னா அது அப்படியே போய்கிட்டே இருக்கும். ஓ, அப்ப ஏன் மனசு என் கை கிட்ட இல்ல, அதானே? ஆமா. ஓகே, இனி நான் உனக்கு கேட்கட்டுமா? கேளு. நீ ரொம்ப ஸ்மார்ட்டா இருக்க, ரொம்ப ஆக்டிவா இருக்க. ஆக்சுவலி என்னதான் உன் பிரச்சனை? நீ ஏன் இங்க வந்திருக்க? எனக்கு தெரியல. என் அம்மா அப்பா சொல்றா நான் யார்கிட்டயும் பேசிட்டு அதான் இந்த தனியா இருக்கும்போது. ஓ சரி, யார்கிட்ட பேசுற? அது என் ஃப்ரெண்டு. உன் ஃப்ரெண்டா? அப்புறம் நீ உன் ஃப்ரெண்டு உன் பேரண்ட்ஸுக்கு காமிக்க மாட்டேன்ற? அது எப்படி முடியும்? அது என் இமேஜினரி ஃப்ரெண்டு, நான் எப்படி அவங்கள காமிக்க முடியும்? இமேஜினரியா? அதாவது நான் சின்ன வயசுல இருந்தே ரொம்ப தனியா வளர்ந்துட்டேன். அப்பா அம்மா எல்லாரும் எப்போதும் வேலையில இருப்பான். எனக்கு மட்டும் யாரும் இல்ல, சிப்லிங்ஸ் இல்ல, ஃப்ரெண்ட்ஸ் இல்ல. முதல்ல நான் என்கிட்ட தான் பேசிட்டு இருந்தேன், சும்மா ஏதாச்சும் சொல்லிட்டே இருப்பேன். அப்போ ஒரு டே நான் அப்படி பேசிக்கிட்டு இருக்கும்போது ஏன் எதிரில ஒரு பொண்ணு வந்து உட்கார்ந்தா. அவ அப்படியே என்ன மாதிரி இருப்பா. நான் கொஞ்சம் பயந்துட்டேன். அப்ப நான் அவகிட்ட கேட்டேன் நீ யாருன்னு. அப்போ என் பேரை சொன்னா. அப்புறம் பேசி பேசி எனக்கு அவளை ரொம்ப பிடிச்சு போச்சு. அதுல இருந்து நான் எப்பவுமே அவகிட்ட பேசுவேன், ஆனா யாரும் பார்க்காம. பட் அப்பெல்லாம் அவ நான் நினைக்கும் போது மட்டும்தான் வந்திருந்தா. ஆனா இப்ப அவன் கூட எல்லா இடத்துலயும் வர, எங்க போனாலும். ஓ ஆமா, நீ படிச்சிட்டு இருக்கியா? நான் டிகிரி ஸ்டூடெண்ட். ஓ, உனக்கு இந்த காலேஜ்ல ஃப்ரெண்ட்ஸ் யாரும் இல்ல? ஆனா எனக்கு அவளை சுத்தமா பிடிக்கல. ஆக்சுவலி எனக்கு இல்ல, நான் சொன்னி என் இமேஜினரி ஃப்ரெண்டு அவளுக்கு சொன்ன கட்டி விட்டுட்டேன். ஓ ஆமா, உன் ஃப்ரெண்ட் இப்போ இங்க இருக்கானா? உங்க பக்கத்துல தான் இருக்கா விஷா. ஓ இவ்வளோ உண்டோ? ஆமா, அவன் என்ன பண்றப்போ? உங்களை பார்த்துட்டே இருக்கா. என்னையா? ஏ ஐ திங்க் she loves you. நீங்க ரொம்ப கிளாமரா இருக்கல. தேங்க்யூ. சரி, நீ கொஞ்சம் ரெஸ்ட் எடு. ஏன் நீங்க எங்க போறீங்க? எனக்கு கொஞ்சம் வேலை இருக்கு, அதுக்கப்புறம் நான் வரேன். ஆமா, இனிமே நான் இங்க தான் இருக்க போறியா? உனக்கு இங்க பிடிச்சிருக்குன்னா இருக்கலாம். பிடிச்சிருக்கு, அப்ப என்ன பண்றது? சரி, அப்ப இருந்துக்கோ. தேங்க்யூ. சோ எங்களோட பொண்ணு, நீங்க டென்ஷன் ஆகாதீங்க. எனக்கு உங்க பொண்ணு இதுல குத்த சொல்ல முடியாது, ஏன்னா எல்லா மிஸ்டேக்குமே உங்ககிட்ட இருக்கு. பிள்ளைங்க இருந்தா மட்டும் பத்தாது சார், அவங்கள நல்லா பாத்துக்கணும். அட்லீஸ்ட் கொஞ்சம் டைம் ஆச்சு உங்க பொண்ணு கிட்ட ஸ்பெண்ட் பண்ணுங்க, அவ சரியாயிடுவா. இதெல்லாம் அதனால வந்து பிரச்சனை தான். டாக்டர் பயப்படாதீங்க, அவளுக்காகவே ஒரு வேர்ல்ட் கிரியேட் பண்ணிருக்க. அங்க அவளோட ஃப்ரெண்ட் அது மட்டும் தான் இருக்கா. அதுல அவ சேஃபா இருக்க, ஹாப்பியா இருக்க, அதுவே போதும். பட் அது பொண்ணு எப்படி விட்டா சரியாகாது. அவளை அந்த வேர்ல்டுல இருந்து திருப்பி கொண்டு வரணும், இல்லைன்னா அவள் அதுலயே அட்ஜஸ்ட் ஆகி போயிடுவா. கம்யூனிகேட் பண்ணணும் உங்ககிட்ட, வெளியே இருக்கிற ஆளுங்க கிட்ட. டாக்டர், அதுக்கு என்ன வேணாலும் நாங்க பண்றேன், எப்படியாச்சும் எங்க பொண்ணை காப்பாத்துங்க. ஹே, அத நான் சொன்னியே, பயப்படுறதுக்கு எதுவும் இல்ல. என்னோட விஷயம் அவன் இங்க இருக்கணும்னு ஆசைப்படுறான். உங்களுக்கு பிரச்சனை இல்லைன்னா இட்ஸ் ஓகே சார், அவ இங்கே இருந்துக்கட்டும். ஓகே, பட் அவன் மட்டும் தான் இங்க இருக்க முடியும், வேற யாருமே. அப்போ நான் பொண்ணா பாக்கலாம், டெய்லி உங்களுக்கு வரலாம், ஆனா இந்த நைட் டைம் எல்லாம் இங்க. ஓகே சார். அப்ப ஓகே, இதுக்கு மருந்து எல்லாம் தேவையில்லை. ஏன்னா அவ ரொம்ப ஆக்டிவா இருக்கா, கேஷுவலா பிஹேவ் பண்றான். சோ டாக்டர் இருப்பீங்களா? நான் இருக்க மாட்டேன், நான் இந்த மார்னிங் டைம் மட்டும்தான். பரவாயில்ல, அவங்க பாத்துப்பாங்க. ஓகே டாக்டர். ஏதோ மாதிரி ஒரே என்ன வழி இல்லையா? ஏய் ருத்ரா, ஹாய். ஹாய், எப்போ வந்த? நேத்துக்கா? ஆமா, வந்தாங்க. சும்மா இரு, நான் சும்மா கேட்டேன். கனவுல இவதா ஜில்லுன்னு பட்டா, காதுல இவதா சுள்ளுன்னு சுட்டா. தீக்குருவிய தீங்கனின தீக்கைகளில் தீஞ்சுவையன தீப்பொழுதில் ருத்ரா, அஜய். நீ பேசி வந்ததுக்கு அப்புறம் கேபின் கொள்ளவா? சரி. ஓகே. நீ இவன் கூட வந்த? நான் கேபின் வரதான் இருந்தேன்.
அப்பதான் இவ கால் பண்ணா. அவ பிக் பண்ண சொன்னா. நானும் ஓகே சொல்லிட்டேன். என்னாச்சு? உன் ஃபேஸ் எல்லாம் ஏன் நல்லா இருக்கு? ஹே, எதுவும் இல்ல. என்னடி ஆச்சு? நீ வீட்டுல இருக்க மாட்டீங்க. ஹே, எதுவும் இல்லடி. ஓகே. ஆமா, திருவிழா எப்படி போச்சு? உன்னோட காசிநாத எப்படி இருக்கா? சௌக்கியமா? ஹே, என்ன சொல்ற? அதான் உன் அம்மாவும் இல்ல. எதை பத்தி சொல்ற? ஹே, என்னடி ஆச்சு? சும்மா இரு. ருத்ரா, ஏசோ கம் டு மை கேபின். ஓகே சரி, அப்புறமா பார்க்கலாம். ஏய் ருத்ரா, என்னாச்சு இருக்கு? കാശി, ആ എടാ നീ പറഞ്ഞ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഓട്ടോക്കാരനോട് 4 കൂടി വളവിൽപ്പുണ്ട്. നീ ഒന്ന് ചെല്ലു. ആ ശരി. എന്തോ ആശയേട്ടാ? വാ. എങ്ങോട്ടാ? ആടി. ഏട്ടനാണോ ഈ മറ്റേ? കാശിനാഥ് എന്നാണോ പേര്? ആ ഞാനാ. മോനെ വീടൊന്ന് പറഞ്ഞിരുന്നേ, ഞാൻ എത്തിച്ചേരായിരുന്നു. ചേട്ടൻ വണ്ടി എടുത്തോ, ഞാൻ മുമ്പിലുണ്ടാവും. ആ ശരി മോനെ. ഇതാരാ? അതൊക്കെ ഉള്ള ഏട്ടാ പറ, എന്തോ ഇതിന്റെ മേളില്? ഒരു സാധനം. എന്ത് സാധനം? ഒരു സാധനം. ഏട്ടാ പറ. ആ ചുമ്മാ വേണേ, ബൈക്ക് മാറി. പറ. ആ വിശ്വ വാടാ കേറ്. விஷா, அம்மா எவ்வளவு நாளாச்சு கண்ணா உன்னை பார்த்து. வா உட்கார். நான் கொஞ்சம் பிஸியா இருந்தேன். அப்புறம் ஊருக்கெல்லாம் போய் திருவிழா பார்த்துட்டு நேத்துக்கு தான் வந்தேன். ஓ, எங்க உன் அம்மா இருக்கா? ஆ, அவ ரொம்ப ஆசைப்பட்டா உங்களோட ஊருக்கெல்லாம் வரணும். ஆமா அப்பாங்க. அப்ப கோவிலுக்கு போயிருக்காப்பா. சரி அதெல்லாம் விடு. ஆமா, நீ அதை சாப்பிட்டியா? உனக்கு கேசரி பிடிக்கல? நான் சமைச்சு கொண்டு வர்றேன். இல்லம்மா, எதுவும் பண்ண வேணாம், நான் சாப்பிட்டு தான் வந்தோம். இருப்பா, கொஞ்ச நேரம் தான் ஆகும். சரிம்மா. ஏய் என்னாச்சு? எனக்கு அந்த ரூம் பார்க்கணும். எந்த ரூம்? அதான் தங்கச்சி ரூம். எதுக்கு விஸ்வா? என்கிட்ட எதுவும் கேட்காத, எனக்கு பார்க்கணும், அவ்வளவுதான். சரி வா. ഇതെന്താ ഇവിടെ? എനിക്കൊന്നും അറിയില്ല. നീ അവിടെ വെച്ച് ചോദിക്കുക ഇതെന്താന്ന്. ഇതെന്താ കാശി? ഏറ്റമായി ഒന്ന് വെച്ചോട്ടെ. ഇതെന്താട്ടാ? ആ ഇത്രയും വലിയ ഫ്രെയിമോ ഇത്? ഭൂമി മോനെ കാശി. ഇതിനി ഇവിടെ ഇരിക്കും. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. കാശി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ ബാധിക്കില്ലെന്ന് പറയാനാ ഞാൻ വന്നത്, അല്ലാതെ എടുത്തു മാറ്റമൊന്നുമല്ല. ഇവിടെ ഈ വീട്ടില് ഇവിടെ ആയിരിക്കണ്ട. ഇതിനകത്തേക്ക് കയറി വരുന്ന ഓരോ മനുഷ്യനും കണ്ടത് ആദ്യം ഇവളുടെ ഫോട്ടോ ആയിരിക്കണം, എന്റെ ഭൂമിയുടെ. നന്നായിടാ, അവിടെ ഇരിക്കട്ടെ. അവിടെ നീ കുത്തിയത് എനിക്കിട്ടാണെന്ന് മനസ്സിലായി. എനിക്കൊരു പ്രശ്നമില്ലടാ, അവള് വീട്ടില് തന്നെയല്ലേ. അച്ഛാ, സാലഡ മോനെ. അമ്മേ, ആകാശി എല്ലാ ദിവസവും എണ്ണ വെച്ച് തിരിയിട്ട് വെച്ചിരിക്കണം. അവക്കുള്ള വിളക്ക് ഇനി ഞാൻ കത്തിക്കും. ശരി മോനെ, ഞാൻ ചെയ്തേക്കാം. എടാ ഏട്ടാ, എന്താ ഇനി നിനക്ക് വല്ലതും പറയണം? ഒരു സംഭവമാണോ? ഐ ലവ് യു സോ മച്ച്. ഏയ് വേറെ തീരെ പിടിച്ച് ചെറുക്കാതെ. ഏട്ടാ, എനിക്ക് ഐസ്ക്രീം വാങ്ങി തരും? എന്ത്? അല്ല, ആദ്യത്തെ പങ്ക് ഇത്ര വലിയ ഫോട്ടോ വെച്ചില്ലേ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഐസ്ക്രീം എങ്കിലും വാങ്ങി തരണം. ആലോചിക്കാം. ഏട്ടാ വാങ്ങി തരാടി. വൈകുന്നേരം ആവട്ടെ, ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ആ വഴി പോകും. കാശി, ചേട്ടാ അമ്മ വിളിക്കുന്നു. വാ അമ്മേ. അമ്മനെ കാണിക്കുന്നില്ലടാ. വാ, ഞാൻ കൊണ്ടുപോകാം. എനിക്ക് വിളിച്ചാലും ഇന്ന് പോകണ്ട, എന്നെ എടുത്താൽ മതി. അയ്യോ, എടുക്കാനോ? കുഞ്ഞു മാമയാണല്ലോ. നീ പോടി, ഞാൻ നിന്നോടല്ലോ പറഞ്ഞേ, എന്റെ മോനോടല്ലേ. ഇപ്പൊ ഈ ശരീരത്തിൽ 2 പേരുണ്ട്, അത് 2 പേരുടെ മക്കളാ. നീ അതിന് ശേഷം വന്നതാ കേട്ടോ. അമ്പടി, ഇയാളത് കൊള്ളാലോ. വയസ്സായപ്പോ കുഞ്ഞാ വിളിക്കുക. ചുമ്മാ ഇരടി. അമ്മ വാ, ഞാൻ എടുക്കാം. എങ്ങനെയുണ്ട്? സുന്ദരിയായില്ലേ? പിന്നെ ഇരിക്കാനായിട്ട് തിരുന്നപ്പോഴാ അവള് ശരിക്കും സുന്ദരിയായി. മരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി
ഹലോ. ആണ് പറ. ആ എടാ അതെ, നീ എന്നോട് മെസ്സേജ് ചെയ്ത് പോയാണല്ലോ. അത് തന്നെ അവിടത്തേക്ക് തിരിച്ചേറ്റാൻ നടക്കത്തില്ല. നടക്കുന്ന എന്താണോ അത് പറ. ഞാനിവിടെ എന്റെ ഓഫീസിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ആവുകയാണെ നീ വീക്കെൻഡ് കയറി പോരാ. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും മറക്കണ്ടോ. ശരി. എന്താ? എന്ത്? അല്ല ഫോണില് ആരാ? ഇതെല്ലാം അറിയണോ? എന്തുവായിട്ടാ പറ. ഒന്നില്ലടി, ചെന്നൈ നേരിട്ടുണ്ടാ. ചെല്ലുന്നോ? ഏത് ഫ്രണ്ട്? ഇതിനു മുമ്പ് ചെന്നൈയിലേക്ക് നിനക്ക് ഇത്രയും ശുഷ്കാന്തി ഞാൻ കണ്ടില്ലല്ലോ. ഒന്ന് പോ. പറ, ഏത് ഫ്രണ്ട്? അതെന്നോട് വർക്ക് ചെയ്ത് നിർത്തനാടി. ഉള്ളിപ്പെന്തിനാ വിളിച്ചേ? അതൊരു കാര്യമുണ്ട്. പറ. അത് ചെറിയൊരു ജോബിന്റെ ജോബിന്റെയോ? നിങ്ങളല്ലേ വെച്ച് നാടൻ വീട്ടാനും വേണമെന്നാണ് അവിടെ റിസൈൻ ചെയ്ത് പോന്നെ. അതുപോലല്ലോ ഇപ്പൊ. ഇപ്പെന്താ? ഓ റുക്കു, അങ്ങനെ പറ. അങ്ങനൊന്നുമില്ല, ഞാൻ വെറുതെ. മതി മതി. അല്ല എന്നിട്ട് എപ്പോഴാ പോകുന്നേ? അപ്പൊ ശരിയാവാണെ ഈ വീക്കെന്നെ പോണം. ഈക്കോ? അപ്പൊ രണ്ടും കൽപ്പിച്ച അല്ലേ? രണ്ടുമല്ല 3.